ഹലോ ഹായ്, ഇന്ന് നമുക്കൊരു കറി വെച്ചാലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കറിക്കുള്ള ഇൻഗ്രീഡിയൻറ്റ്. അതായത് നമ്മുടെ വെണ്ടയ്ക്ക, തക്കാളി, ഇഞ്ചി, സവോള, ഇത്രയേ ഉള്ളൂ. അത് ഞങ്ങളുടെ ഇവിടുത്തെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കറിയാണ്. വെണ്ടയ്ക്കയും തക്കാളിയും പാല് പിഴിഞ്ഞ് വയ്ക്കുക എന്നുള്ളതാണ് കറി. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് സവോള, നമ്മുടെ കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, പിന്നെ തക്കാളി, അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി. ഞാനിവിടെ ഒരു 1-2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ മുളക് പൊടി. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ് വേണം. അതിനുശേഷം കുറച്ച് മെയിൻ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കുറച്ച് ഉലുവാപ്പൊടി. അപ്പോൾ ഇത്രയും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വിനീഗർ എന്നൊക്കെ പറയും, അതുപോലെ ഞങ്ങളുടെ ഇവിടെ ചുറുക്കാന്നാണ് പറയുന്നത്. അപ്പോൾ അതും ചുറുക്കയും കൂടി കുറച്ച് ഒഴിച്ചിട്ട് നല്ലവണ്ണം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ അതാണ് ഞാനിവിടെ ഇത്രയും ഇട്ടു. ഇനി ഞാൻ ഇത് നല്ലവണ്ണം മിക്സ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നല്ലവണ്ണം കുഴച്ച് മിക്സ് ചെയ്ത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ അരിഞ്ഞ വെണ്ടയ്ക്കയും കൂടി ഇട്ടിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ ഒന്ന് അടച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ ഞാൻ അതെല്ലാം മാരിനേഷൻ ചെയ്തു. ഇനി ഞാൻ അടച്ച് വയ്ക്കുകയാണ്. ഇനി ബൈ ദ ടൈം നമുക്ക് അതിപ്പോൾ ഒരു അരമണിക്കൂറോളം കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ട മെയിനായിട്ടൊരു ഇൻഗ്രീഡിയൻ്റാണ് 1-ാം പാലും 2-ാം പാലും. അത് റെഡിയാക്കി വയ്ക്കുക. അന്നേരം ഈ നമ്മുടെ മിക്സ് ചെയ്ത കൂട്ടിലേക്ക് നമുക്ക് 2-ാം പാല് ഒഴിച്ച് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യാം. നല്ലവണ്ണം ഇനി ഗ്യാസ് കത്തിക്കുക. നല്ലവണ്ണം തിളച്ച് ഈ വെണ്ടയ്ക്ക വേഗം പാകമാകുമ്പോൾ നമുക്ക് നമ്മുടെ 1-ാം പാലും കൂടി ഒഴിച്ച് കറി അടയ്ക്കാം. അതിന് കറി ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ബൈ ദ ടൈം നമുക്ക് അതിനകത്തേക്ക് ഉപ്പ്, എരിവ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അവസാനം അതിനകത്തേക്ക് 1-ാം പാലും കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ട് കറി ഓഫ് ചെയ്യുക. അതിനുശേഷം നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് കടുക്, വറ്റൽമുളക്, ചെറിയ ഉള്ളി ഇത്രയും കൂടി നല്ലവണ്ണം മൂപ്പിച്ച് ഈ കറിയിലേക്ക് ഒഴിക്കുക. അടച്ച് വയ്ക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ ഇത് മൂപ്പിക്കണം കേട്ടോ. കടുക്, വറ്റൽമുളക്, ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പിലയും കൂടി കൂടിയിട്ട് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് കറി താളിച്ച് അടച്ച് വയ്ക്കുക. അത്രയേ ഉള്ളൂ. നല്ല സ്വാദിഷ്ടമാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. ബൈ.